Good morning, students. അടുത്ത നമുക്ക് 13ാമത്തെ ഫസ്റ്റ് പാർട്ട് നോക്കാം. എ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് കാണാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. In an examination, 30% of the students got marks below 40 and 10% got marks above 75. Assuming the marks are normally distributed, find the mean and standard deviation of the distribution. ഈ ഒരു പ്രോബ്ലത്തില് നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? പ്രോബബിലിറ്റി ഓഫ് x less than 40 is equal to 0.3. 30% എന്ന് പറയുമ്പോൾ 30/100, that is 0.3. ഒരു പ്രോബബിലിറ്റി ഓഫ് x greater than 75 is equal to 0.1, that is 10% എന്ന് പറഞ്ഞാൽ 0.1. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ രണ്ട് പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ട്, ഈ രണ്ട് കണ്ടീഷൻസ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യണം. മ്യൂയിലും സിഗ്മയിലും രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യണം. ആ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂവിന്റെ സിഗ്മയുടെ കാര്യം കിട്ടും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കണം കേട്ടോ. അപ്പോ ഫസ്റ്റ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ 40 നമ്മൾ പ്രോബബിലിറ്റി പറഞ്ഞിട്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ z എന്നുള്ളത് x മൈനസ് മ്യൂ ബൈ സിഗ്മ ഇതിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് x മൈനസ് മ്യൂ by sigma less than 40 minus mu by sigma is equal to 0.3. നമുക്ക് ഈ 40 minus mu by sigma യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? z less than 40 minus mu by sigma, that is equal to 0.3. ഇത് നമുക്കൊരു നോർമൽ കർവ് വരയ്ക്കുമ്പോഴേ രണ്ടാമത്തെ കർവ്. ഈ കർവിന്റെ പ്രത്യേകത എന്താണ്? ഇത് 0 ആണ്. ഈ ഒരു ഏരിയ 0.5 ആണ്, ഈ ഒരു ഏരിയ 0.5 ആണ്. 0.5 plus 0.5 1 ആണ്. ഇവിടെ നമുക്ക് 0.3, ഇവിടെ 0.3 ഇവിടെ മാർക്ക് ചെയ്യാൻ ഇതാണ് അതിന്റെ പേര്. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയും 0.3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 40 മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? 0.5 ആണ്. Therefore, probability of 0 less than z less than 40 minus mu by sigma എന്ന് പറയുന്നത് 0.5 നിന്ന് 0.3 കുറയ്ക്കും. അപ്പൊ എത്ര കിട്ടും? 0.2. ഈ 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 40 മൈനസ് മ്യൂ ബൈ സിഗ്മ കണ്ടുപിടിക്കണം. 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 40 മൈനസ് മ്യൂ ബൈ സിഗ്മ നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. ആ വാല്യൂ കണ്ടുപിടിക്കണം. ആ 0.2 എങ്ങനെ വന്നു? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. എന്ന് നമ്മൾ ടേബിളിലേക്ക് നോക്കാം. നമ്മുടെ ടേബിൾ ഇതാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ആണ്. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ആണ്. ഇത് 0.2 എവിടെയാണ് നോക്കാം? 0.2 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 0.1985 കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് ആണ് 0.2019. കണ്ടോ? 0.1985 കഴിഞ്ഞിട്ട് 0.2019, പിന്നെ 0.2054 ആണ്. അപ്പൊ 0.2019 നേരെ നോക്കാം 0.5, പിന്നെ നേരെ മുകളിലേക്ക് നോക്കാം 0.03. അപ്പൊ 0.5 ഉണ്ട്. 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 40 മൈനസ് മ്യൂ ബൈ സിഗ്മയുടെ വാല്യൂ എത്രയാണ്? 0.53 ആണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് എടുക്കണം. നെഗറ്റീവ് ഇടാനുള്ള കാരണം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ 40 ആണ്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എടുക്കണം. അപ്പൊ 40 മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു മൈനസ് 0.53. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഈ 0.2 നമ്മൾ ടേബിളിലേക്ക് നോക്കിയതിനു ശേഷം ആ ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് 0.2 വരുന്നത്. 0.1985 കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ 0.2019. അതിന് നേരെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സെറ്റിന്റെ താഴെ 0.5 വരും. നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 0.03, 0.5. അങ്ങനെയാണ് ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങനെ നമ്മൾ ആ വാല്യൂ 0.53 നൽകുന്നു. ഈ വാല്യൂന് നമ്മൾ ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 40 മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു മൈനസ് 0.53. ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് രണ്ടാമത്തെ ഇത് കൊടുക്കണം. രണ്ടാമത്തെ കൺസെപ്റ്റ് 40 മൈനസ് മ്യൂ ബൈ സിഗ്മ ആണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ കിട്ടാനായിട്ട് പ്രോബബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ 75 is equal to 0.1 ആണ്. രണ്ടാമത്തെ കൺസെപ്റ്റ് ഉപയോഗിക്കാം. രണ്ടാമത്തെ കൺസെപ്റ്റ് ഇതിനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ x minus mu by sigma is equal to 75 minus mu by sigma is equal to 0.1. ഇവിടെ എന്താവും?
Z greater than 75 minus mu by sigma. That is equal to 0.2. ഇത് നമ്മൾ കർവ് വരച്ച് കഴിയുമ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ കർവ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് 0.5 ആണ്, ഇത് 0.5 ആണ്. Then ഇവിടെ 0.1 താഴെ ഇത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 0.1 plus probability of 0 less than Z less than 75 minus mu by sigma എന്ന് പറയുന്നത് is equal to 0.5 ആണ്. അപ്പോൾ probability of 0 less than Z less than 75 minus mu by sigma എന്ന് പറയുന്നത് 0.5 നിന്ന് 0.1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.4 കിട്ടും. ഈ 0.4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ നോക്കണം. 0.4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ 0.4ന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ വാല്യൂ നോക്കിയേ. ഇവിടെ നോക്കാം 0.3997 0.4015. അപ്പൊ 0.4ന് അടുത്ത് എടുക്കുന്നത് ഏതാണ്? 0.3997 ആണ്. അതിന്റെ നേരെ നോക്കാം 1.2. നേരെ മുകളിലേക്ക് നോക്കാം 0.08. അപ്പൊ ആ കിട്ടുന്ന വാല്യൂ 1.28 ആണ്. ഇവിടെ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയിട്ട് ആദ്യത്തെ ഇക്വേഷൻ 40 minus mu by sigma is equal to -0.53 ആയിരുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് കിട്ടാൻ പോകുന്നത്? രണ്ടാമത്തെ ഇക്വേഷൻ അപ്പോൾ ഇതിന്റെ വാല്യൂ കിട്ടുമ്പോൾ ഇക്വേഷൻ അവിടെ എഴുതാം. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ that is equal to 75 minus mu by sigma is equal to 1.28. രണ്ടാമത്തെ ഇക്വേഷൻ. ഫസ്റ്റ് probability of x less than 40 is equal to 0.3 ൽ നിന്ന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഏതാണ്? 40 minus mu by sigma 40 minus mu by sigma is equal to 0.53 കിട്ടി. രണ്ടാമത്തെ probability x greater than 75 ൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ എന്താണ്? 75 minus mu by sigma is equal to 1.8. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മ്യൂവിന്റെ വാല്യൂ കിട്ടും, സിഗ്മയുടെ വാല്യൂ. ഇങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസ് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് എങ്ങനെ വെറുതെ സോൾവ് ചെയ്താണ്? സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇക്വേഷൻ 40 minus mu 40 minus mu by sigma is equal to minus 0.53 sigma. ഇത് ഇക്വേഷൻ 1 എന്ന് എടുക്കുക. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ്? 75 minus mu by sigma is equal to 1.28 sigma. രണ്ട് ഇക്വേഷൻ. minus mu by sigma is equal to 1.28. അപ്പോൾ 75 minus mu is equal to 1.28 sigma എന്ന് വരും. ഇത് ഇക്വേഷൻ 2 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 40 minus mu is equal to minus 0.53 sigma. ഇത് ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ കൂട്ടിക്കൊണ്ട് എഴുതാം 75 minus mu is equal to 1.28 sigma. ഇക്വേഷൻ 2 ൽ നിന്ന് ഇക്വേഷൻ 1 കുറയ്ക്കും. ഇനി ഇത് സിംപിളി സോൾവ് ചെയ്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 35 is equal to 1.28 ൽ നിന്ന് 1.28 sigma plus 0.53 sigma. That is 35 is equal to 1.28 plus 0.53 into sigma എന്ന് വരും. 35 is equal to നമുക്ക് 8 മുമ്പ് 1.81 sigma എന്ന് വരും. Therefore sigma is equal to 35 divided by 1.81. 35 by 1.81 വാല്യൂ നമുക്ക് കിട്ടുന്നത് 19.34. അപ്പോൾ സിഗ്മയുടെ വാല്യൂ നമുക്ക് കിട്ടി 19.34. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ കിട്ടിയത് 19.34. ഇനി സിഗ്മ ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കണം? മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് 75 മൈനസ് മ്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 75 മൈനസ് മ്യൂ എത്രയാണ്? 1.28 ആണ്. മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 75 മൈനസ് 1.28 സിഗ്മ. That is 75 minus 1.28 into sigma എത്രയായിരുന്നു? 19.34. അപ്പോൾ 75 ൽ നിന്ന് 1.28നെ 19.34 കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 50.25. 50.25. അപ്പൊ രണ്ട് വാല്യൂസും കിട്ടി. മ്യൂവിന്റെ വാല്യൂ 50.25 കിട്ടി. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂ കിട്ടി 19.34 കിട്ടി. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ 40 എന്നുള്ള 0.3 ആണ്. പ്രോബബിലിറ്റി x ഗ്രേറ്റർ ദാൻ 75 എന്നുള്ള 0.1 ആണ്. ഈ രണ്ട് പ്രോബബിലിറ്റി ഉപയോഗിച്ച് we have to make two equations. രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യണം. ആ ഇക്വേഷൻസിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഇക്വേഷൻസിൽ നിന്നാണ് നമ്മൾ മ്യൂ സിഗ്മയും കണ്ടുപിടിക്കുക.
അപ്പൊ ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ടേബിൾ നോക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ ആ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് കേസിൽ 40 മൈനസ് മ്യൂ ബൈ സിഗ്മ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ കേസിൽ 75 മൈനസ് മ്യൂ ബൈ സിഗ്മ 75 മൈനസ് മ്യൂ ബൈ സിഗ്മ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ മ്യൂവിന്റെ സിഗ്മയുടെയും വാല്യൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാം.